ഹലോ അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ചേനയും പരിപ്പും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഒഴിച്ചു കറിയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കിടു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് ചുവന്ന പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ചേന ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുക്കറിലാട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പകുതി ഉള്ളിയും പിന്നെ ഒരു തക്കാളിയും ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടി കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ പരിപ്പൊന്ന് കഴുകിയിട്ട് അതും കൂടി ചേർക്കുക. പിന്നെ ചേനയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 കപ്പോളം. ഇനി കുക്കറൊന്ന് അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ ഞാനിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. ഒരു അരമുറി തേങ്ങ ചിരവിതെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകവും ഒരു 4 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചേനയ്ക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം. ഈ അരപ്പ് ഒഴിക്കാതെയും ഈ ഒരു കറി നല്ല ടേസ്റ്റാണ്. തേങ്ങയുടെ അരപ്പൊടി ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വീണ്ടും കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പൂടെ ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിക്കാം. ഒരു തിള വരുന്നത് വരെ നമുക്ക് അടുപ്പത്ത് തന്നെ വെക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കണം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളക് കൂടി ചേർത്തിട്ടൊന്ന് താളിച്ചിട്ട് നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതോടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ചേനയും പരിപ്പും വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.